ഈ നീറ്റും ജെയും ഒക്കെ റിപ്പീറ്റ് ചെയ്ത പിള്ളേരെ നോക്കിയിട്ട് അയ്യോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടും കിട്ടിയില്ല അല്ലേ, അന്നേ ഞാൻ പറഞ്ഞതാ റിപ്പീറ്റിന് പോവണ്ട എന്നുള്ളത്. എന്റെ വാക്കൊക്കെ ആര് കേൾക്കാനാ? ഉമേഷ എന്തല്ല എന്തല്ല ഇന്റെ 42 സപ്ലൈ എഴുതി എടുത്താ. ഇങ്ങനെ പറയുന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഒരു വർഷം ആ പിള്ളേർ പഠിച്ചു, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് അവർ ചെയ്തതാണ്. അത് പഠിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക ഇത് അവർ മനസ്സിൽ കണ്ട സാധനവും ആക്ച്വലുള്ള സാധനം തമ്മിൽ വ്യത്യാസമാണ് എന്നുള്ളത്. അവർ ട്രൈ ചെയ്തു, കിട്ടിയില്ല, പോട്ടെ, അവരുടെ ഒരു വർഷമല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വായ കിടക്കുന്ന നാവെടുത്തിട്ട് എന്തിനാണ് ആ പിള്ളേരെ വീണ്ടും വീണ്ടും കുത്തി നോക്കിക്കാൻ നിൽക്കുന്നത്? അവരവരുടെ ഫ്യൂച്ചർ നോക്കിയിട്ട് അടുത്ത കാര്യം നോക്കി പോട്ടെ. നിങ്ങൾക്ക് ഈ ജെഇ എന്താണെന്നോ നീറ്റ് എന്താണെന്നോ ഇതിനു വേണ്ടിയിട്ട് എത്രമാത്രം എഫർട്ട് ഇടണമെന്നോ അറിയോ? ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻസ്, അതായത് ഇങ്ങനെ പോകുന്ന കുട്ടികളുടെ പാരൻസിനെ നോക്കിയിട്ട് അങ്ങോട്ട് പറയാം, അന്നേ നിന്നോട് പറഞ്ഞതാ 3 ലക്ഷം രൂപയൊന്നും കൊണ്ട് കളയണ്ട എന്നുള്ളത്, നീ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തുക. എന്തിനാണ്? നടന്നത് നടന്നില്ലേ? കുട്ടികളുടെ ഫ്യൂച്ചർ നോക്കി പോട്ടെ, നിങ്ങൾക്കത് എന്തിൻ്റെ കേടാ? കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.